അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ വാഖിഅ നാല് കൂട്ടർക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ആ നാല് വിഭാഗം ആളുകൾ ആരൊക്കെയാണ്? ഏത് സമയത്താണ് അവർ പാരായണം ചെയ്യേണ്ടത് എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. പൂർണ്ണമായും കേൾക്കുക, കാണുക, മനസ്സിലാക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ ചാനലിലൂടെ മുമ്പും സൂറത്തുൽ വാഖിഅയുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅയുടെ പൂർണ്ണമായ അർത്ഥം അറിയണം, സൂറത്തുൽ വാഖിഅയിൽ അടങ്ങിയത് എന്താണ് എന്ന് അറിയണമെന്ന ആഗ്രഹമുള്ളവർക്ക് മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം, കാണാൻ വേണ്ടി ശ്രമിക്കുക. സൂറത്തുൽ വാഖിഅ നമ്മിലധിക ആളുകളും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഐന, ഐശ്വര്യത്തിൻ്റെ സൂറത്ത് എന്ന് പരിചയപ്പെടുത്തിയ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅയുടെ ചില ഗുണങ്ങൾ പറയാം. വാഖിഅ ദിവസവും രാത്രിയിലും വൈകുന്നേരവും വുളൂഓടുകൂടി പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യത്തെയും കടത്തെയും തടയുന്നതാണ്. അഥവാ അവർ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ, കടക്കാരാണെങ്കിൽ, കടങ്ങൾ വീടാനുള്ള വഴികൾ അവരിലേക്ക് അല്ലാഹു തആല തുറന്നു കൊടുക്കും. ഹദീസിൽ കാണാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, സൂറത്തുൽ വാഖിഅ നിങ്ങൾ സ്ത്രീകൾക്കും നിങ്ങളുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അത് സമൃദ്ധിയുടെ സൂറത്താണ്, ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ മേൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് അവർക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടാൻ, മോചനം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ വാഖിഅ നാം പാരായണം ചെയ്ത് മരിച്ചവരുടെ പേരിൽ ഹദിയ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. രോഗിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് വാഖിഅ പാരായണം ചെയ്യുന്നത് രോഗശമനത്തിന് കാരണമാകുന്നതാണ്. നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുക്കളിലൊക്കെ രോഗികളുണ്ടെങ്കിൽ ആ രോഗികളുടെ അരികിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. അതുപോലെ തന്നെ മരണമാസന്നമായ രോഗിയാണെങ്കിൽ ആ രോഗിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് സൂറത്തുൽ വാഖിഅ ഓതുന്നത് അവൻ്റെ റൂഹ് പിടുത്തം എളുപ്പമാകാൻ കാരണമാകുന്നതാണ്. പ്രസവം ആസന്നമാകുന്ന സമയം സൂറത്തുൽ വാഖിഅ ഓതുന്നത് പ്രസവം എളുപ്പമാകാനും കാരണമാകുന്നതാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഈ നാല് വിഭാഗം ആളുകൾക്ക് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് വളരെ വളരെ പ്രതിഫലമുള്ളതാണ്, ഉപകാരമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരാനും കടങ്ങളൊക്കെ വീടാനും സൂറത്തുൽ വാഖിഅ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.